പെരുന്നാളിനൊക്കെ ഇറക്കി കൊടുക്കണത് നോണ അറിയാലോ. പെരുന്നാളിനൊക്കെ പിന്നെ ആ കടയിലൊക്കെ അനക്കുള്ള മാത്രം എടുത്തിട്ട് വേറെ ഏത് കടയിലൊക്കെ ഈ ഒരു സൈന് ഇത് ഈ ഇവിടുന്ന് ഇങ്ങനെ ഓരോ പാക്കറ്റ് കൊടുക്കില്ല, അതിനാണ് അത്ര പാക്കറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അന്റെ കട ഏതാ? പിന്നെ ഇവിടെ വന്ന് ഗോഡൗണിൽ വന്ന് അങ്ങനെ നോണ പറയാൻ നിൽക്കില്ലേ? അതാ ചോദിച്ചു ഏതൊക്കെ കടയിലാണ് കൊടുക്കാറ്. ചാക്കണക്കിന് ആർക്ക് കൊടുക്കല്? ചാക്കണ പാക്കറ്റ് കൊടുക്കല് ഏതൊക്കെ കടയിൽ കൊടുക്കല്? ഏതൊക്കെ കടയെന്ന് ചട്ടിപ്പറമ്പ് പെരുന്നാളിൽ ഏതൊക്കെ കടയിൽ ഞങ്ങൾ എടുത്തതിന്റെ പിന്നെ ബുദ്ധിമുട്ടാവുള്ളൂ. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്. അറ്റ്ലസ് ഫാഷൻ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പാലക്കാട് റോഡ് പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ വൻ ഹാൻഡ്സ് വേട്ട. തെല്ലും കുലുങ്ങാതെ ലഹരി മാഫിയയുടെ വെല്ലുവിളി. ഉൾഗ്രാമത്തിലെ ഒഴിഞ്ഞ മുറിയിൽ ഒളിപ്പിച്ച 10 ചാക്ക് നിരോധിത പുകയില ഉത്പന്നമായ ഹാൻഡ്സ് പോലീസ് പിടിച്ചെടുത്തു. വിപണിയിൽ 2 ലക്ഷത്തോളം വില വരുന്ന ലഹരി വസ്തുക്കളുമായി പോലീസിന്റെ പിടിയിലായിട്ടും പുഞ്ചിരിച്ച കൂസലില്ലാതെ പ്രതി. അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിലെ ഗോഡൌണിൽ നിന്നാണ് വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിൽ 10 ചാക്കോളം നിരോധിത പുകയില ഉത്പന്നമായ ഹാൻഡ്സ് പിടികൂടിയത്. പനങ്ങാങ്ങര പടിക്കപ്പറമ്പിൽ സമീറിനെയാണ് പോലീസിന്റെ ദിവസങ്ങളോളമായുള്ള നിരീക്ഷണത്തിനൊടുവിൽ പിടികൂടി അറസ്റ്റ് ചെയ്തത്. ഏകദേശം 1 ലക്ഷം രൂപേന്റെ മേലെ വില വരുന്ന നിരോധിത ഉൽപ്പന്നമായ ഹാൻഡ്സ്, പിന്നെ വേറെ തമ്പാക്ക്, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഗവൺമെൻറ് നിരോധിച്ചാണ്. ഇവിടെ പിന്നെ ഗോഡൗണിൽ കൊണ്ടുവന്നത് ഹോൾസെയിൽ ഡീലറാണ് ഇയാൾ. ഇവിടുത്തെ ചെറിയ കടകൾക്കൊക്കെ 10 പാക്കറ്റ് 50 പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇയാളാണ് സെയിൽ ചെയ്യുന്നത്. ഞങ്ങൾ രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നതായി നോക്കിയത്. അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി നിരവധി കടകളിലാണ് ഇയാൾ ഹാൻഡ്സ് എത്തിക്കുന്നത്. മൈസൂരിൽ നിന്നും പച്ചക്കറി വാഹനത്തിൽ ചെക്ക് പോസ്റ്റുകളുടെ കണ്ണുവെട്ടിച്ച് ഹാൻഡ്സ് നാട്ടിലേക്കെത്തിച്ച് സമീപത്തുള്ള ചെറിയ കടകളിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ പതിവ്. മലപ്പുറം ജില്ലയിലെ പല കടകളിലും ഇയാൾ ഹാൻഡ്സ് എത്തിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമാകാൻ കഴിഞ്ഞത് എന്ന് പോലീസ് പറയുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ വ്യാഴാഴ്ച രാവിലെ റൂമിന്റെ ഷട്ടർ തുറന്ന് ഹാൻഡ്സ് എടുക്കുന്നതിനിടെയാണ് പിടികൂടിയത്. പൊതുവിപണിയിൽ 2 ലക്ഷത്തോളം രൂപ വില വരുന്ന ഹാൻഡ്സാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതി മുൻപും നിരവധി തവണ വൻതോതിൽ ഹാൻഡ്സ് ശേഖരവുമായി പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ്. എല്ലായ്പ്പോഴും നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള ഇയാൾ ഹാൻഡ്സ് വിൽപ്പനയിലൂടെ വൻതോതിൽ തന്നെ ധനം സമ്പാദിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് നടത്തുന്ന ശക്തമായ പരിശോധനകളുടെ ഭാഗമായി വൻതോതിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു.